മലയാളികളുടെ സന്തോഷത്തിനും സങ്കടത്തിനും കൂട്ടിരുന്ന ശബ്ദമാണ് ഗായിക കെ.എസ്. ചിത്രയുടേത്. മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ശബ്ദവും ഗായികയുമാണ് ചിത്ര. വാത്സല്യം നിറഞ്ഞ ചിരിയോടെ അല്ലാതെ മലയാളികൾ ചിത്രയെ കണ്ടിട്ടില്ല എന്നാണ് ജീവിതം ചിത്രയുടെ ആ കരുണ കാണിച്ചിട്ടുള്ള എന്നുള്ളതാണ് സത്യം. 6 നോറ്റ് ജനിച്ച മക്കളുടെ അപ്രതീക്ഷിത വേർപാടിൻ്റെ വേദന അവർ ഇന്നും പേരെയാണ് ജീവിക്കുന്നത്. അകാലത്തിൽ നഷ്ടമായ മകൾ നന്ദനയുടെ ജന്മദിനത്തിൽ കെ ചിത്ര പങ്കുവച്ച വാക്കുകളാണ് മലയാളിയുടെ മനസ്സിൽ ഒരു നോവായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ മലയാളി പ്രേക്ഷകരെ ഒരുപാട് വേദനിപ്പിച്ച വാർത്തകളൊന്നായിരുന്നു കെ ചിത്രയുടെ മകൾ നന്ദനയുടെ മരണം. ഏറെ വൈകി കിട്ടിയ മകളായിരുന്നു ചിത്രയ്ക്ക്. നന്ദന ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായെന്നായിരുന്നു ചിത്ര പറഞ്ഞത്. എന്നാൽ അധികാല ചിത്രയ്ക്ക് ആ ഒരു അനുഗ്രഹം ലഭിച്ചില്ല. 8ാം വയസ്സിലാണ് തന്നെയാണ് നന്ദന മരണപ്പെടുന്നത്. ഈ മകളുടെ ജന്മദിനത്തിലാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് നന്ദനയ്ക്ക് 22 വയസ്സുണ്ടാകുമായിരുന്നു. വളരെ ഇമോഷണലായ ഒരു പോസ്റ്റിലൂടെ ചിത്ര മകളെക്കുറിച്ച് പറയുന്നു. വിലമതിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ കുഞ്ഞുമകൾ ആകാശത്തിൽ ഞങ്ങളുടെ മാല മലയാളികൾക്കെല്ലാം അത്രയേറെ നൊമ്പരത്തോടെ ഓർക്കുന്ന ഒരു കുഞ്ഞു മാലാകിയാണ് നന്ദന. ഗായിക കെ.എസ്. ചിത്രയുടെ വിജയ് ശങ്കറുടെയും മകൾ അമ്മ ജീവിതം ആസ്വദിച്ചു വരുന്നതിടെ അപ്രതീക്ഷിതമായിട്ടാണ് ചിത്രയ്ക്ക് മകളെ നഷ്ടമായത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രയ്ക്കും വിജയ് ശങ്കറിനും മകൾ ജനിക്കുന്നത്. 2002 നന്ദനയുടെ വരവ്. 2011 വിയോഗം സംഭവിച്ചത്. സംഗീത പരിപാടിക്കായി ദുബായിലേക്ക് കുടുംബസമേതമായി പോയതായിരുന്നു. മകളുടെ വിയോഗം വിശേഷ ദിനങ്ങളിലെല്ലാം തന്നെ മകളുടെ ഫോട്ടോയും ആശംസകളും പങ്കിടാറുണ്ട്. കെ ചിത്ര, ഞങ്ങളുടെ മാലാകക്കുട്ടി, സ്വർഗത്തിലെ മാലാക, ഞങ്ങളെ തനിച്ചാക്കി നേരത്തെ സ്വർഗത്തിലേക്ക് എന്നുമായിരുന്നു ചിത്രയുടെ കുറിപ്പ്. മുഖത്തോടെയുള്ള നന്ദനയുടെ ഫോട്ടോസും കുറിപ്പിനൊടുവായി ചേർത്തിരുന്നു. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റ് ലൈക്ക് ചെയ്തത്. ചിത്ര എന്നാൽ ആരും അവളോട് തീരുമാനിക്കും എങ്ങനെയൊക്കെയോ വീണ്ടും പാട്ടിൽ തന്നെ എത്തി എന്ന് ചിത്ര പറഞ്ഞിരുന്നു. അഭിമുഖങ്ങളിലും പോസ്റ്റുകളിലുമൊക്കെയായി തൻ്റെ ഉള്ളിലെ വേദന പങ്കിടാറുണ്ട് ചിത്ര. കാലം മുറിവുകളുണക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്കറിയാം അങ്ങനെയൊന്നുമില്ല എന്ന്. ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു. നിന്റെ നഷ്ടപ്പെടലിൻ്റെ വേദന അളക്കാനാവാത്തതാണ്. എന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാലായ കുഞ്ഞെ, എന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടും. നന്നായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയായിരുന്നു മറ്റൊരു പിറന്നാളിൻ്റെ ചിത്രത്തിന് നന്ദനെക്കുറിച്ച് എഴുതിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.